ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് ഒന്ന് ജോർജിയ വരെ പോയിട്ട് വരാമെന്നുള്ളത്. എല്ലാം ശരിയായിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ എന്ന് അനുഭവം കൊണ്ട് പഠിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് UAE എന്നാണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ വിസ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കവിടെ ഓൺ അറൈവൽ ആയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: പാസ്പോർട്ട് 6 മന്ത് വാലിഡിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, വിസ 6 മന്ത് വാലിഡിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ എമിറേറ്റ്സ് ഐഡിയും 6 മന്ത് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഒരറിവും ചെറുതല്ല. അങ്ങനെ പോകുന്നതിൻ്റെ തലേ ദിവസം മറിയാമ്മയ്ക്ക് ഒരു ട്രോളി കൊടുത്തിട്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അതുമ്പോൾ കാലും കയറ്റി വെച്ച് ചായയും കുടിച്ച് മറിയാമ്മ മുക്കിൽ ഇരിക്കുകയാണ്. അല്ലെങ്കിലും മറിയാമ്മേനോട് വീട്ടിലത്തെ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും. കഴുത്ത് വേദന, തോള് വേദന, എൽബോ വേദന, ഈ റിസ്റ്റ് വേദന, ഇവിടുത്തെ ഓപ്പറേഷൻ, നടുവേദന, കാലുകഴപ്പ്, മുട്ടുവേദന, മസിൽ പിടുത്തം, ഉപ്പുറ്റി വേദന, പാലിന്റെ പാദം വേദന. ഞാൻ എൻ്റെ പാക്കിംഗ് തുടങ്ങി. മറിയാമ്മ ഇപ്പോഴും അവിടെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇത് കഴിയുമ്പോൾ ആ പാക്കിങ്ങും എൻ്റെ തലക്കിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാച്ചുട്ടനാണെന്നുണ്ടെങ്കിൽ ആ ബോക്സിൽ ഇരുന്നിരുന്ന സെറ്ററൊക്കെ എടുത്തിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മളെങ്ങാനും സ്നോ ടൈമിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. കുറച്ച് കാലമായിട്ട് അതിലിരിക്കുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ 2-3 ഡ്രസ്സുകൾ ഉപയോഗിച്ച എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടൊന്ന് മടക്കി തരുമെന്ന് ചോദിച്ചു. നമ്മൾ അതിൻ്റെ പണിപ്പുരയിലേക്ക് കയറി. അല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പോക്ക് നടക്കില്ല. മറിയാമ്മയുടെ ലാപ്ടോപ്പാണ് ഈ സംഭവം. അത് എവിടെ പോയാലും ഞാൻ എടുക്കാനോ ഓർമ്മിപ്പിക്കും. കാരണം വല്ല പണിയും വന്നു കഴിഞ്ഞാൽ അതും കുത്തിക്കൊണ്ടിരുന്നോളും. നമുക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ അധികം അലയണ്ട, അധികം സമയം ചിലവഴിക്കേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4-5 ദിവസമെങ്കിലും മറിയാമ്മ ഷോപ്പിംഗ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അലഞ്ഞ് തിരിയേണ്ടടുത്ത് കിട്ടുന്ന ഡ്രസ്സെല്ലാം വാരി വലിച്ച് ബാഗിലിട്ട് ഒറ്റപ്പോക്ക്. ഡ്രസ്സ് വാങ്ങിക്കാൻ അലയുന്നില്ല, പാർലറിൽ പോയി അലയുന്നില്ല. ഹായ്, എന്ത് രസം. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി. നേരെ കയറി കിടന്ന് 5 മണിയായപ്പോഴേക്കും എഴുന്നേറ്റ് നേരെ റെഡിയായി എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു ഇരിപ്പാണ് ഈ കാണുന്നത്. ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. അബുദാബിയിൽ നിന്ന് എയർ അറേബ്യ ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അബുദാബി ടു ടിബ്ലിസി. UAE നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ ഡോക്യുമെൻസിൻ്റെ ചെക്ക് ലിസ്റ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. വിസ, പാസ്പോർട്ട്, എമിറേറ്റ്സ് ID വിത്ത് 6 മന്ത് വാലിഡിറ്റി, അതായത് നമ്മൾ പോയി തിരിച്ചിവിടെ ഇറങ്ങുന്ന വരെ 6 മന്ത് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ്. അബുദാബിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്, ട്രാവൽ ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുത്തിരിക്കണം. പിന്നെയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, റിട്ടേൺ ടിക്കറ്റ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അബുദാബി എയർപോർട്ടിൽ നിന്ന് ഓക്കെ ടു ബോർഡാണ്. നമ്മൾ നേരെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി നേരെ നമ്മുടെ ഗേറ്റ് നമ്പറിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ മറിയാമ്മേനെ അടുത്ത് കാണാനില്ല. ഞാൻ നോക്കുമ്പോൾ മറിയാമ്മ ഞായറാഴ്ച രാവിലെ പട്ടി ഇറച്ചിക്കടയിലേക്കൊക്കെ നോക്കിയിരിക്കണവരെ ഏതോ ഒരു ഫുഡൊക്കെ കൊടുക്കുന്ന ഷോപ്പിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1-2 പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല, ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിച്ചോളാൻ പറഞ്ഞ് എന്തോ സീറ്റ് പൊറോട്ടയൊക്കെ വാങ്ങിച്ച് അടിച്ച് കയറ്റുന്നുണ്ട്. രാവിലെ തന്നെ ഇത്ര മധുരമുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനത്തെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് പല കാലങ്ങളായിട്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മളോട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഇത്തിഹാദൊക്കെ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടേക്കണ ഒരു നിരത്തിയിട്ടേക്കാണ്. നമുക്ക് പോകാനുള്ളത് എയർ അറേബ്യയാണ്. എയർ അറേബ്യയുടെ തുമ്പും വാലൊക്കെ ഇപ്പോൾ ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ നേരെ എയർ അറേബ്യയുടെ ഉള്ളിലേക്ക്. സീറ്റ് നമുക്ക് കുറച്ച് ബാക്കിലേക്കാണ് കിട്ടിയേക്കുന്നത്. ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറിയാമ്മയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞ് പേടി കൊണ്ടാണ് അത്രേ. അങ്ങനെ നേരെ ചോക്ലേറ്റ് കോഫിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കംഫർട്ട് ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൊല്ലണ വിലയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ ഒരു കോഫിക്കും ആ ഒരു ക്രോസോണിനും കൂടിയിട്ട് 10 റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ചോക്ലേറ്റ് കോഫിക്ക് സെപ്പറേറ്റ്. ഫുഡൊക്കെ അടിച്ച് ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജോർജിയയിലെ മേഘങ്ങളെ തഴുകി തലോടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ. അതിനുശേഷം നമ്മൾക്ക് പാസ്പോർട്ട്, എമിറേറ്റ്സ് ID ഇതൊക്കെ തന്നെ ഇവരോടും ചോദിക്കും. അതുപോലെ ടൂർ ഐറ്റിനറി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1-2 ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കും. ഞങ്ങളൊരു $500 കൊണ്ടാണ് പോയത്. ഇവിടെ നിന്ന് നമ്മൾ ഡോളറാക്കിയേ. കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് ദിർഹം നമ്മൾ ഇവിടെ നിന്ന് ലാറി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. അപ്പോൾ ഡോളറാക്കിയിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ കറൻസിയായ ലാറിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് പറഞ്ഞത്. എനിക്കും അത് തന്നെ തോന്നിയത്. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോർജിയയിലെത്തിയ സന്തോഷം കൊണ്ട് നല്ല റൊമാൻറ്റിക് ആയിട്ട് കൈകളൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഇതാണ് അവസ്ഥ. പേടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ഞെക്കി പൊട്ടിച്ച് ഒരുമാതിരി ചുമന്ന കളറാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ താഴത്തോട്ടൊക്കെ നോക്കിയപ്പോൾ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള ഒരു സെയിം സിറ്റുവേഷൻ പോലെയൊക്കെ തോന്നി. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പും നല്ലൊരു കാലാവസ്ഥയാട്ടോ. നല്ല മേഘാവൃതമായ ആകാശം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് നമ്മളെയും കാത്ത് നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് മിസ്റ്റർ ലൂക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ലൂക്കയുടെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറിയാമ്മയുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ പാക്കേജ് ഫുള്ള് റെഡിയാക്കി തന്ന. ആളുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. 15 ലാറിയാണ് വരുന്നത്. അൺലിമിറ്റഡ് നെറ്റും കോൾസും അതിലുണ്ടാവും.
എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ കുറേ എക്സ്ചേഞ്ചുകളുണ്ട്. അപ്പോൾ ലൂക്ക അതിൽ ബെസ്റ്റ് റേറ്റ് ഉള്ളൊരു എക്സ്ചേഞ്ച് കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാറ്റി നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി 2 കാര്യങ്ങളാണുള്ളത്. ഒരു കുട വാങ്ങിക്കണം, പിന്നെ മറിയാമ്മയ്ക്ക് വിശക്കുന്നു. അത് സ്വാഭാവികം. അങ്ങനെ നേരെ നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു മാളിലേക്ക് കയറി. കാരിഫോർ ആണ് അവിടെ ഉള്ളത്. മറിയാമ്മ ലൂക്കയായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. എനിക്ക് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡുകൾ, എനിക്ക് ഒരുപാട് ഫുഡുകൾ, എല്ലാ ഫുഡുകളും എനിക്ക് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആകെ ആവേശത്തിലാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനും മെസ്സേജ് അയച്ചു. ആൾക്കും ഇവിടെ നല്ല കോൺടാക്ട്സും ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആൾ പറഞ്ഞു കച്ചാപ്പൂരി കഴിച്ചു നോക്കണം. അങ്ങനെ നമ്മളതും ഓർഡർ ചെയ്തു. അതേപോലെ കോഫിയൊക്കെ കഴിക്കുന്നവർക്ക് നല്ല കാലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ചായ കുടിക്കുന്നവരും ചായ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പെട്ടു ഗൈസ്. ഒരു ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറിയാമ്മയ്ക്ക് ഒരു പാക്കറ്റ് ഇതേപോലത്തെ ടീ ലീഫും പിന്നെ ഒരു ഇത്തിരി ചൂടുവെള്ളവും കുറച്ച് പാലും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചോളാൻ പറഞ്ഞു. മറിയാമ്മ ഒരു നോട്ടം അയാളെ നോക്കി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മമ്മി പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ മറിയാമ്മ മുക്കിലിരുന്ന് കിച്ചണിൽ നിൽക്കുന്ന മമ്മിയോട് മമ്മി പൂമുഖത്തേക്ക് ഒരു ചായ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന മറിയാമ്മ സ്വയം പര്യാപ്തിയായി ചായ ഉണ്ടാക്കി കുടിക്കുന്ന അതിമനോഹരമായ കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ മമ്മിക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. മമ്മിയുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിയും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ചായയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മറിയാമ്മ ലൂക്കയുമായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. ഇവിടെ എങ്ങനെ ജോലിയൊക്കെ ചെയ്യാണ്ട് ജീവിക്കാനൊക്കെ വല്ല വകുപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് കച്ചാപ്പൂരി. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പിസ്സയുടെ കുഞ്ഞമ്മയൊക്കെ ആയിട്ട് വരും ഈ സംഭവം. കാരണം പിസ്സ ഷേപ്പിൽ തന്നെ റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നല്ല ചീസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിസ്സ പോലെ തന്നെ പല ഫ്ലേവറിൽ ഇത് അവൈലബിൾ ആണ് ഇവിടെ. കച്ചാപ്പൂരിനേക്കാളും ഇവിടുത്തെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ദീ ഇരിക്കുന്നത്. കിങ്കാലി എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ബീഫ് അല്ലെങ്കിൽ പോർക്ക്, അങ്ങനെ 2 ടൈപ്പ് മീറ്റാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നമ്മൾ ബീഫാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങനെ എടുത്തിട്ട് കടിച്ച് അതിൻ്റെ ഉള്ളിൽ ജ്യൂസ് അടക്കം നമ്മൾ കുടിക്കണം. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്നിട്ട് അത് കടിച്ച് കഴിക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഫെയിലിയർ ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അവിടുത്തെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കാരിഫോറിൽ പോയി ഒരു കുടയും വാങ്ങിച്ച് നേരെ ഇറങ്ങി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലപ്പോട്ടയിലേക്കാണ്. ലപ്പോട്ടയിലാണ് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മുടെ സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കോഫിയൊക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെ നിർത്തി നമുക്ക് കോഫി കുടിക്കാം എന്നൊക്കെ പറഞ്ഞു ലൂക്ക. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാൻ മറന്നു. ഈ ഫുഡൊക്കെ എനിക്ക് ഇവിടെ ഭയങ്കര ചീപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കാണുക എന്നതും ഫുഡ് നല്ലത് കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫുഡിന് അത്യാവശ്യം പൈസയൊക്കെ ചിലവാക്കാറുണ്ട്. പ്രത്യേകിച്ചും അറിയാമുള്ളതുകൊണ്ട് നമുക്ക് ഫുഡ് നല്ലോണം ആവശ്യം വരും. ഒരു നേരം നമ്മൾ നല്ല ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് 2 പേര് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 ദിർഹം ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. നല്ല ഫുഡ് കഴിക്കുന്ന കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അതുമല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ വളരെ പൈസ കുറവിന് കിട്ടുന്നുണ്ട്. മറിയാമ്മ ചായയുടെ ആളാണ്. കോഫി കഴിക്കത്തില്ല. കോഫി കഴിക്കുന്ന നമ്മളെയൊക്കെ പുച്ഛമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നേരെ കോഫിയൊക്കെ എടുത്ത് നമ്മൾ ലപ്പോട്ട റിസോർട്ടിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലപ്പോട്ട എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ ട്രാവൽ ചെയ്താണ് നമ്മളവിടെ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. കാരണം വേറെ ഏത് ദിവസം പോയാലും നമ്മൾ എത്തുമ്പോൾ ഒരുപാട് വൈകും. അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ട ഒരു ആവശ്യവും വരും സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. സോ ഫസ്റ്റ് ഡേ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുള്ള മഞ്ഞ കളറിലുള്ള പുല്ലുകൾ ഇങ്ങനെ 2 സൈഡിലും വളർന്ന് നിൽക്കുന്ന വഴികളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വീടുകളൊക്കെ കണ്ടു തുടങ്ങി. ഇവിടുത്തെ വീടുകളും കാറുകളും ഒക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന വീടുകൾ, തകരപ്പാട്ടകൾ കൊണ്ടൊക്കെ ഇവർ സൈഡൊക്കെ അടിച്ച് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഗേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗേറ്റ് തുരുമ്പ് പിടിച്ചത്, ജനലുകൾ തുരുമ്പ് പിടിച്ചത്, അതുപോലെ തേക്കാത്ത വീടുകൾ. ഇവരിതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർജിയ എന്നാണ് ഞാൻ കേട്ടറിവ് വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കണം. അതുപോലെ കാറുകളായാലും വല്ലയിടത്തും പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കെട്ടിവെച്ച് നടക്കുക. ചില്ല് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ സെലോ ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നടക്കുക. UAE എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്നും പോകുന്ന നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. എല്ലാ വീടുകളുടെ മുമ്പിൽ മുന്തിരിവള്ളികൾ പടർത്താനായിട്ട് ഒരു പന്തൽ പോലെ ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ തുരുമ്പ് പിടിച്ച് മൊത്തത്തിലൊരു പ്രേതം സെറ്റപ്പ് ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഈ റോങ് ടേൺ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള മൂവികളൊക്കെ കാണുമ്പോൾ ഉണ്ടാവും ഇതേപോലത്തെ വീടുകൾ. ഊഞ്ഞാലാടുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ഊഞ്ഞാല്, അതേപോലെ വളരെ ചീത്തയായ കളിപ്പാട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടേക്കുന്നത്. അങ്ങനത്തെയൊക്കെ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു സംഭവം പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തായിരുന്നു ആ ഒരു ഗ്രാമപ്രദേശത്തെ കൂടെ നമ്മൾ പോകുമ്പോൾ. പൊതുവെ ഹൊറർ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാനതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വന്നപ്പോഴേക്കും നല്ല പ്രകൃതി രമണീയമായ രമണി ചേച്ചി അങ്ങോട്ട് എത്തി. പിന്നെ മലകളായി, കാടുകളായി, മേഘങ്ങളായി, അങ്ങനെ നല്ല ഭംഗിയുള്ള സീനറികൾ വന്നു.
ലൂക്ക നേരെ വണ്ടി അവിടെ സൈഡിലേക്ക് ഒതുക്കി. എന്നിട്ട് പറഞ്ഞു, "പോയി കുറച്ച് ഫോട്ടോസ് എടുത്തോളൂ. അതുമല്ല കുറേ നേരമായി നമ്മൾ ഡ്രൈവ് ചെയ്യണേ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കഴിഞ്ഞാൽ ഉഷാറാവും" എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. മറിയാമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിച്ചതിന് ശേഷം നമ്മൾ നേരെ കാറിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. ഫ്ലൈറ്റിൽ കയറിയ പേടി, 4 വീൽ ഡ്രൈവ് ഉള്ള കാറിൻ്റെ ബാക്കിലിരുന്ന തലകറക്കവും വൊമിറ്റിങ്ങും കിടപ്പിലാവലും അതുപോലെ കാലുവേദന, കൈവേദന അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളുടെ കൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാം തരണം ചെയ്ത് ലപ്പോട്ട ലേക്ക് റിസോർട്ടിലേക്ക് എത്തി. ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്യുന്നതിന് ഒരു കൗണ്ടർ ഇതേപോലത്തെ ഒരു സംഭവം ഇവിടെ റെഡിയാക്കി ഇട്ടേക്കുവാണ്. ഇവിടെ നമ്മൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ചെക്ക് ഇൻ ചെയ്യുക. അതിനുശേഷം ഇവരിവിടുന്ന് അവരുടെ ഒരു ബഗ്ഗി ഉണ്ട്. ബഗ്ഗിയിൽ കയറിയിട്ട് കുറച്ചങ്ങ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ റൂമിൽ നമ്മളെ കൊണ്ടുവന്നാക്കും. ഞങ്ങളുടെ ചെക്ക് ഇൻ കഴിഞ്ഞ സമയത്ത് തന്നെ അവിടെ 1-2 ഫാമിലി വേറെ നാഷണാലിറ്റീസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ബഗ്ഗിയിൽ കയറ്റി നമ്മുടെ ലഗേജ് എല്ലാം അതിലെടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ ലപ്പോട്ട ലേക്ക് റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലപ്പോട്ട ലേക്ക് റിസോർട്ട് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പോസ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇതൊരു 100-120 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് കണ്ടു തീർക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഹോഴ്സ് റൈഡിങ്, അതേപോലെ ഫിഷിങ്, അങ്ങനത്തെ സൈക്ലിംഗ്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ഇത്തരം സ്ഥലം കണ്ടു തീർക്കാൻ നമുക്ക് ഒരു ദിവസം ഒന്നും പോരാ. പക്ഷേ കുറച്ചൊക്കെ ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യണം. അതുപോലെ മെയിനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി നടന്ന് കാണണം. അതേപോലെ കുറേ ഫോട്ടോസ് എടുക്കണം. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ ലപ്പോട്ട ലേക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.